നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 2-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില കേന്ദ്ര സർക്കാർ വൻതോതിൽ കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 183 രൂപ 50 പൈസയാണ് കുറച്ചത്. ഇതോടെ മുൻപ് 3113 രൂപ 50 പൈസയായിരുന്ന സിലിണ്ടർ വില 2930 രൂപയിലേക്ക് താഴ്ന്നു. ഈ വർഷം ഇതാദ്യമായാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയുന്നത്. അതേസമയം സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2026 മാർച്ച് 7-നാണ് ഗാർഹിക സിലിണ്ടർ വില ആദ്യമായി വർദ്ധിപ്പിച്ചത്. അന്ന് 60 രൂപ വർദ്ധിപ്പിച്ച് 853 രൂപയിൽ നിന്നും 913 രൂപയാക്കി മാറ്റുകയായിരുന്നു. തുടർന്ന് ജൂൺ 7-ന് വീണ്ടും 29 രൂപ വർദ്ധിപ്പിച്ചതോടെ ഗാർഹിക സിലിണ്ടർ വില 942 രൂപയിലെത്തി. ഒരു വർഷത്തിനിടെ മാത്രം 89 രൂപയാണ് ഗാർഹിക സിലിണ്ടറുകൾക്ക് സർക്കാർ വർദ്ധിപ്പിച്ചത്. പാചകവാതക വിലയിൽ മാറ്റങ്ങളുണ്ടായെങ്കിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ നിരക്കുകളിൽ ഇത്തവണ വ്യത്യാസമില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നീണ്ട 15 വർഷങ്ങൾക്കു ശേഷം രാജ്യത്ത് വീണ്ടും ദേശീയ സെൻസസ് നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാവി ജനക്ഷേമ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്ന ഈ കണക്കെടുപ്പ് 2 ഘട്ടങ്ങളായാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വിലയിരുത്തലുമാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ തുടർച്ചയായുള്ള 2-ാം ഘട്ട യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് വരാനിരിക്കുന്ന 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. ഇതിനകം തന്നെ ഓൺലൈൻ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ തങ്ങളുടെ വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തിയ ഡിജിറ്റൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർക്ക് ലഭിച്ച H എന്ന് തുടങ്ങുന്ന 11-അക്ക ഐഡന്റിഫിക്കേഷൻ നമ്പർ മാത്രം വീട്ടിലെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ മതിയാകും. ഓൺലൈൻ വഴി വിവരങ്ങൾ നൽകാത്തവരുടെ വീടുകളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഡിജിറ്റൽ ടാബ്ലറ്റുകൾ വഴി വിവരങ്ങൾ ശേഖരിക്കും. വീടിന്റെ ഘടന, കുടിവെള്ളം, വെളിച്ചം, ശൗചാലയ സംവിധാനങ്ങൾ, പാചക ഇന്ധനം, കുടുംബാംഗങ്ങളുടെ എണ്ണം, വീട്ടിലുള്ള വാഹനങ്ങൾ, സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ഉപഭോക്തൃ വസ്തുക്കളും എന്നിവ വ്യക്തമാക്കുന്ന ലളിതമായ 34 ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുക. നമ്മൾ നൽകുന്ന ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ പുതിയ റോഡുകളും ആശുപത്രികളും കുടിവെള്ള പദ്ധതികളും അനുവദിക്കപ്പെടുന്നത് എന്നതിനാൽ വീട്ടിലെത്തുന്ന ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായും സഹകരിച്ച് കൃത്യമായ വിവരങ്ങൾ മാത്രം സത്യസന്ധമായി നൽകുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഉടനടി പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച PM റാഹത്ത് പദ്ധതി കേരളത്തിലും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. വാഹനാപകടങ്ങളിൽ പെടുന്നവർക്ക് 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. ഇതുവഴി ആശുപത്രികളിൽ 7 ദിവസം വരെ പണരഹിത ചികിത്സ ലഭിക്കും. വാഹനാപകടമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസും ആശുപത്രി അധികൃതരും റിപ്പോർട്ട് നൽകുന്നതോടെ തുക ലഭ്യമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർവഹിക്കുമെന്ന് മന്ത്രി CP ജോൺ നിയമസഭയെ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ തുടരുമെന്ന് KSEB അറിയിച്ചു. കേരളം ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുകയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് സമ്മതിച്ചു. പസഫിക് സമുദ്രത്തിലുണ്ടായ എൽ നിനോ പ്രതിഭാസത്തിന്റെ ആഘാതം രാജ്യത്തുടനീളമുണ്ടെന്നും കടുത്ത ഉഷ്ണതരംഗം കാരണം വൈദ്യുതി ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി. ജൂൺ 15-നു ശേഷം കൂടുതൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ബാങ്കിംഗ് വ്യവസ്ഥ പ്രകാരം വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ തിരിച്ചു നൽകേണ്ടതുണ്ട്. ജലസംഭരണികളിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കാനുള്ള സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കാലാവസ്ഥ വിലയിരുത്തിയാകും നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂൺ 30 വരെയായിരുന്നു നേരത്തെ KSEB നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും മഴ കുറഞ്ഞതോടെ ഉൽപാദനം താഴുകയും ഉപഭോഗം കുത്തനെ ഉയരുകയും ചെയ്തു. ഇതിനൊപ്പം ലോകകപ്പ് ആവേശം കൂടിയതോടെ രാത്രികാലങ്ങളിലെ വൈദ്യുതി ഉപയോഗം വൻതോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിയന്ത്രണം ഒഴിവാക്കാൻ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങേണ്ടതുണ്ടെങ്കിലും കേന്ദ്ര പൂളിൽ ആവശ്യത്തിന് ലഭ്യതയില്ലാത്തത് തിരിച്ചടിയാവുകയാണ്. അതേസമയം വൈദ്യുതി പ്രതിസന്ധിയെ ചൊല്ലി ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ രാഷ്ട്രീയ ആരോപണങ്ങളും ശക്തമായിട്ടുണ്ട്. 10 കൊല്ലം മുൻപത്തെ ഇരുട്ടിലേക്ക് കേരളം തിരിച്ചു പോവുകയാണെന്നും ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയാത്തത്
സർക്കാരിന്റെ ആസൂത്രണ പിഴവാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. എന്നാൽ മുൻപ് ഒപ്പിട്ട വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയത് LDF സർക്കാരാണെന്നും അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നിയന്ത്രണങ്ങളെന്നും കോൺഗ്രസ് തിരിച്ചടിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇനി ചരിത്രത്തിലേക്ക്. പദ്ധതിയുടെ പേര് മാറ്റി ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് എന്നാക്കിയ പുതിയ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പേരുമാറ്റത്തിനൊപ്പം രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനത്തിലും പ്രവൃത്തി ദിനങ്ങളിലും വലിയ വർധനവാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ വിജ്ഞാപന പ്രകാരം നിലവിലുള്ള 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ദിവസങ്ങളായി ഉയർത്തിയിട്ടുണ്ട്. പുതുക്കിയ വേതന നിരക്കുകൾ രാജ്യത്തെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അടക്കം 34 ഇടങ്ങളിലും ഇന്നു മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. മുൻപ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പ്രതിദിനം 298 രൂപയായിരുന്ന ദേശീയ ശരാശരി വേതനം പുതിയ പദ്ധതി പ്രകാരം 327 രൂപയായി വർദ്ധിപ്പിച്ചു. ദിവസേന ശരാശരി 28 രൂപയോളം വർധനവാണ് ഇതിലൂടെ തൊഴിലാളികൾക്ക് ലഭിക്കുക. രാജ്യത്തുടനീളമുള്ള വേതന നിരക്കുകളിലെ ശരാശരി വർധനവ് 10%-ലധികമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കുറഞ്ഞ വേതന നിരക്കുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉറപ്പാക്കിയാണ് ഈ വേതന ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എങ്കിലും നിലവിൽ ഉയർന്ന വേതന നിരക്കുള്ള സംസ്ഥാനങ്ങളിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര വിജ്ഞാപനം ചെയ്ത പുതിയ നിരക്കുകൾ പ്രകാരം സിക്കിമിൽ പ്രതിദിന വേതനം 450 രൂപയും ഹരിയാനയിൽ 409 രൂപയും ഗോവയിൽ 406 രൂപയും കേരളത്തിൽ 401 രൂപയുമാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് 2900.7 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തിൽ പുതിയ പദ്ധതി പ്രകാരം കേരളത്തിനുള്ള കേന്ദ്ര വിഹിതമായി 3136.44 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഈ ഇടക്കാല ഫണ്ട് വിഹിതം പ്രഖ്യാപിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂൺ മാസത്തെ 2000 രൂപ ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുകയാണ്. സാങ്കേതിക തകരാറുകൾ മൂലം ബാങ്ക് അക്കൗണ്ടുകൾ പണം വരാൻ നേരിയ താമസമുണ്ടായാലും ആശങ്കപ്പെടേണ്ടതില്ലെന്നും സഹകരണ സംഘങ്ങൾ വഴി വരും ദിവസങ്ങളിൽ നേരിട്ട് വീട്ടിൽ പണം എത്തിച്ച് വരുന്ന 3-ാം തീയതിയോടെ വിതരണം പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള 8.5 ലക്ഷത്തോളം വരുന്ന NSAP കേന്ദ്ര പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ലഭിക്കാറുള്ളത്. അവരെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം കുറച്ചുള്ള തുകയാകും ഈ സമയം ലഭിച്ചിട്ടുണ്ടാവുക. എങ്കിലും ഈ കുറവ് വന്ന തുക പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ തന്നെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഈ വർഷം ഇതിനകം തന്നെ ഈ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർക്ക് പ്രശ്നമില്ല. എന്നാൽ ഇതുവരെ നൽകാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സം നേരിടുന്നതിന് അത് കാരണമായി മാറും. ജൂൺ മാസം 30-നകം ഇത് ബന്ധപ്പെട്ട് പഞ്ചായത്തിലോ തദ്ദേശ സ്ഥാപനത്തിലോ ഏൽപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെയും കൊടുക്കാത്തവർ ഉണ്ടെങ്കിൽ അവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻപ് ഭൂരിഭാഗം ആളുകളും ഇത് സമർപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ഇനിയും നൽകാത്ത 2.5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടെന്നാണ് കണക്ക്. അങ്ങനെയുള്ളവർ നിശ്ചിത സമയത്തിനകം ഇത് നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടയുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂലൈ മാസത്തെ റേഷൻ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 1-ന് റേഷൻ കടകൾ അവധിയായതിനാൽ 2026 ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 2 വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. 2026 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ AAY മഞ്ഞ കാർഡുകൾക്ക് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും, PHH പിങ്ക്, NBS നീല, NBNS വെള്ള കാർഡുകൾക്ക് ആകെ 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുമ്പോൾ വൈദ്യുതിയില്ലാത്ത വീടുകളിലെ എല്ലാ കാർഡുകൾക്കും ആകെ 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. കാർഡുകൾ തിരിച്ചുള്ള വിഹിതം നോക്കുകയാണെങ്കിൽ മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും കൂടാതെ 3 പാക്കറ്റ് ആട്ട പാക്കറ്റിന് 17 രൂപ നിരക്കിലും ഈ ജൂലൈ മാസം ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതോടൊപ്പം കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട പാക്കറ്റിന് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം കാർഡിന് സ്പെഷ്യൽ വിഹിതമായി 3 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. ഇതിനൊപ്പവും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. ഈ എല്ലാ ആനുകൂല്യങ്ങളോടെയുമുള്ള ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതലാണ് ആരംഭിക്കുന്നത്.
ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 2026 ജൂലൈ 1 ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 115 രൂപ കുറഞ്ഞ് 12,905 രൂപയും പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.